ഞാൻ എത്താം. ഈ ശ്രീ അജയ് തറയിൽ ഇതിനിടയ്ക്ക് ഈ ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനയെ അടക്കമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപമിക്കേണ്ടി വരുന്നത് താങ്കൾക്ക്? അത് ഡിവൈഎഫ്ഐയുടെ ഒരു ശൈലിയാണ്. വലിയ വിലയുള്ള കളർ വസ്ത്രങ്ങൾ, ആ കളറിനനുസരിച്ച് കരയുള്ള മുണ്ട്, അത് ഡിവൈഎഫ്ഐയുടെ ഒരു മാസ്റ്റർ പീസാണ്. പണ്ട് കാലത്ത് എബി രാഘവന്റെ ഒരു മുണ്ടുണ്ടായിരുന്നു, ആ മുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ ഉപയോഗിച്ചത്. ഇപ്പോഴല്ല, കളർഫുൾ ആയ ഷർട്ടും ആ ഷർട്ടിന് ഇതിന്റെ കളറുള്ള കരയുള്ള മുണ്ടുമാണ് ഡിവൈഎഫ്ഐ കൊടുത്തത്. ഞാൻ കുറെ കാലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും ആ രീതി ഇറങ്ങിയിരിക്കുന്നത്. അതൊക്കെയാണ് എന്നെ പോലെയുള്ള അല്ല, അത് സൂചിപ്പിച്ചല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പോലും വിലക്കുറവിൽ ലഭിക്കും. അപ്പോൾ അതിന്റെ വില ആഡംബരം എന്ന നിലയിലേക്കൊക്കെ ആണെങ്കിൽ താങ്കൾ പറയുന്ന ഒരു സെൻസിനെ നമുക്ക് വിലയിരുത്താം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ ധാരണ അങ്ങനെയല്ല. ഈ പോക്കറ്റിന്റെ ഇവിടെ വലിയ ബ്രാൻഡൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന ഷർട്ടുകളാണ് ഓരോ ആൾ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണോ യുവ നേതാക്കളെ മുഴുവൻ കോൺഗ്രസിലെ യുവ നേതാക്കൾ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നത്? അല്ല, ഞാനൊരു തർക്കത്തിനൊന്നും ഇതില്ല. ഞാൻ എന്റെ ഒരു ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഖാദിയിലേക്ക് തിരിച്ചു വരുന്നതും ഖദറിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു നിലപാടിലേക്ക് വരണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഖദർ മോശമാണ് എന്ന ധാരണ പരത്തിക്കൊണ്ട് ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും അതിന് അവർക്കും വിയോജിപ്പില്ല. പക്ഷേ താങ്കളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കളർ ഡ്രസ്സ് ഇടുന്ന ആളുകൾ ഉൾപ്പെടെ അവർ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെയാണ് അതിൽ പലരും എന്നത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് സമ്മതനാണ് എങ്കിൽ പിന്നെ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ? അതും ഒരു കാലഘട്ടത്തിന് ആവശ്യമായിരുന്ന ഒരു വസ്ത്രധാരണം, ഒരു സന്ദേശം നൽകിയിരുന്ന വസ്ത്രധാരണം, അത് തന്നെ ഇപ്പോഴും തുടരേണ്ടതുണ്ടോ? ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കാലഘട്ടത്തിലെ മാറ്റം ഉണ്ടല്ലോ. കാലത്തിനനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ കാലത്തിനനുസരിച്ച് മാറ്റി എഴുതണമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടില്ലേ? ഇന്ത്യയെ കോൺഗ്രസ് അടക്കി ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 25 സംസ്ഥാനങ്ങളും ഇന്ത്യ ഭരണകൂടവും കോൺഗ്രസിന്റെ കൈവെള്ളയിൽ ഇരുന്ന കാലത്ത് എല്ലാവരും ഖദർ വസ്ത്രം ധരിച്ചിട്ടിരുന്നത്. അതെ, അതായിരുന്നു കാലഘട്ടം ശ്രീ അജയ് തറയിൽ. അല്ല എന്ന് ആരും പറഞ്ഞില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന നേതാവിനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു വസ്ത്രധാരണ രീതിയും അവരുടെ ഒരു സ്റ്റൈലും പ്രസന്റേഷനും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. അത് ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുള്ളവർ, വീഡിയോകളിലൂടെ കണ്ടിട്ടുള്ളവർ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് ഒരു കാലഘട്ടമുണ്ട്. നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപമുണ്ട്. ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അർദ്ധനഗ്നനായ ഗാന്ധിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. സാധാരണ ഇതേ ഗാന്ധി തന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അത്തരം ഐഡന്റിറ്റികൾ അന്നുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും ആ കാലഘട്ടം അങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രീ അജയ് തറയിൽ. ഇപ്പോഴും ആ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റവും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും എല്ലാവരും ഈ ഒരു പ്രിൻസിപ്പിൾ, പാവങ്ങളെയും തൊഴിലാളി വർഗത്തെയും ഇല്ലാത്തവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും അത് ഏത് ആധുനിക കാലഘട്ടത്തിൽ വന്നാലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ മുതലാളിമാരുടെ പുറകെ പോകലല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പാവങ്ങളെയും തൊഴിലാളി വർഗത്തെയും പിന്നോക്കക്കാരെയും ചേർത്ത് പിടിക്കുക. അവന്റെ വികാരം എന്താണോ, അവന്റെ മനസ്സെന്താണോ. എന്റെ ചോദ്യം, താങ്കൾ പറഞ്ഞത് വസ്തുതാപരമാണ്. പക്ഷേ എന്റെ ലളിതമായ ചോദ്യം, ശ്രീ ശബരിനാഥ് പറഞ്ഞ പോലെ ഇന്ന് ഈ കേരളത്തിൽ ഏത് പാവപ്പെട്ടവനാകട്ടെ, ഏത് കൂലിപ്പണിക്കാരനാകട്ടെ, അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നവരാകട്ടെ, ഈ സമ്പന്ന വിഭാഗം എന്ന് പറയുന്നവരാണോ നല്ല വസ്ത്രങ്ങൾ, മാന്യമായ വസ്ത്രധാരണവുമായി നടക്കുന്നത്? താങ്കളും ശ്രദ്ധിക്കുന്നില്ലേ കേരളത്തിന്റെ മാറ്റമൊക്കെ? അല്ല, വസ്ത്രധാരണത്തിന്റെ അകത്ത് കുറെ ഈക്വാലിറ്റി ഒക്കെ വന്നിട്ടുണ്ടില്ല, അദ്ദേഹം പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ അത് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സന്ദേശം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെന്ത് സംഭാവനയാണുള്ളത്? ഞാൻ ഒരു ലളിതമായ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ ഗതികേട് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിവറേജിന്റെ മുമ്പിൽ വെള്ള കവറിട്ട് കൊടുത്ത ക്യൂ നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. അത് കാരണം അത് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വെള്ള കവറിന്റെ ഒരു വലിയ പൈതൃകം. അത് മനസ്സിലാക്കണം.
അതായത് ഖദർ ഇട്ടുകൊണ്ട് ആരും ബിവറേജിന്റെ ക്യൂവിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പോകാറില്ല എന്ന് പറഞ്ഞാൽ അവനൊരു വ്യക്തിപരമായ ജീവിതചര്യ ഖദറിലൂടെ അവൻ ജീവിതചര്യ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഖദർ ഇടുന്നവരൊന്നും മദ്യപിക്കുകയുമില്ല എന്നാണോ? അത് ഞാൻ പറഞ്ഞില്ല, ഒരു ജീവിതചര്യ ഉണ്ടാക്കിയിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഖദർ ഇട്ടുകൊണ്ട് അവൻ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്നു. അല്ല, പൊതുവെ ഖദർ ഇടുന്നവർ കുറവല്ലേ ശ്രീ അജയ് തറയിൽ? കേരളത്തിൽ ഖദർ ഇടുന്ന ആളുകൾ അത്രമേൽ കുറവല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൽ? ഖദർ അതുകൊണ്ട് ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തെ തള്ളിക്കളയില്ല. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ എൻ്റെ കണക്കുകൂട്ടലിൽ അധികവും രാഷ്ട്രീയക്കാരായ ആളുകളാണ് ഈ ഖദർ ഇട്ട് നിൽക്കുന്നത്. താങ്കൾ പറയുന്ന കളർ വസ്ത്രം ധരിച്ച രാഷ്ട്രീയക്കാരെയും നമുക്ക് ബിവറേജിന്റെ ക്യൂവിൽ കാണാൻ സാധിക്കുമോ? ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിലെന്താണ് വ്യത്യാസം? താങ്കൾ ഈ പറഞ്ഞ DYFI എന്നൊക്കെ പറഞ്ഞില്ല, അവരുടെ വസ്ത്രധാരണ രീതിയാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രധാരണക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. പൊതുവേ രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ബിവറേജിന് മുന്നിൽ ക്യൂ നിൽക്കാറില്ല. അവർ തെറ്റായൊരു സന്ദേശം നൽകേണ്ടതില്ല ബിവറേജിന് മുന്നിൽ നിന്നുകൊണ്ട് എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അവർ മദ്യപിക്കില്ല എന്നർത്ഥമില്ല. ഖദർ ഇട്ടാൽ ഇന്ന പ്രവൃത്തിയെ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നൊരു നിയന്ത്രണം ഉണ്ടാകുമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഏതായാലും ഞാൻ എൻ്റെ ഒരു നിലപാടാണ്, എൻ്റെ സന്ദേശമാണ് അത്. എന്നെ ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരെ വിളിച്ച് 3 ദിവസമായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. കേരളത്തിൽ ഞാൻ പറയുന്നു, എന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചകളിലൂടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്, ഉണ്ടാകുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് പറയുന്നത്. യെസ്, അത് യുവ നേതാക്കൾ അടക്കം ആ രീതിയിലേക്ക് മാറണമെന്ന അഭിപ്രായത്തെ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ? താങ്ക് യു. വളരെയധികം നന്ദി ശ്രീ അജയ് തറയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഖദറിൻ്റെ വഴിയിലേക്ക് യുവാക്കൾ തിരികെ നടക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം തുടരുന്നത്. ഡാൻ, എന്തായാലും ഇതാണ് അജയ് തറയിലിന് പറയാനുള്ളത്. കാലഘട്ടം മാറുന്നുണ്ട്, അതിനനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ജീവിത രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ ശരീരഭാഷകളിൽ മാറ്റം വന്നിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അതിപ്പോൾ ഏത് പാർട്ടിയിലും, ഇപ്പോൾ CPIM എന്ന പാർട്ടി വില കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പലരെയും ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള സാഹചര്യമുണ്ട്. വില കൂടിയ പെന്നുപയോഗിച്ചതിന് പോലും നടപടിയെടുത്തിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതേ പാർട്ടിയിലെ നേതാക്കളൊക്കെ അത്യാഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഖദർ എന്നത് ഒരു വസ്ത്രമാണ്. അതിനെ വസ്ത്രത്തെ അത്രമേൽ വലിയ ആഡംബരം എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയക്കാർ അത്രമേൽ വലിയ ആഡംബര വസ്ത്രമാണോ ധരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ബ്രാൻഡുകൾ എഴുതിയ, പോക്കറ്റിൽ ബ്രാൻഡുകൾ എഴുതിയിട്ടുള്ള ഷർട്ടുകളടക്കം കാണുന്നുണ്ട്. അതൊരു ശരിയായ സന്ദേശമല്ല എന്നാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി അടക്കം ഖദർ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ചർച്ചയിലേക്ക് കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ടോ ഡാൻ? ഇത് മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയോ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറത്ത് അജയ് തറയിലിൻ്റെ അഭിപ്രായം എന്ന നിലയിലേക്ക് ഒതുങ്ങുമോ? അഭിലാഷ്, നിലവിൽ അത് അജയ് തറയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഖദറിനോടുള്ള ആഭിമുഖ്യം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു എന്ന തരത്തിൽ മാത്രമാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സാഹചര്യമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടു എന്നതിനേക്കാൾ അതിട്ട സമയവും സാഹചര്യവുമാണ് ചർച്ചകളിൽ നിറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ യുവ നേതാക്കളുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അതിൽ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിട്ടുള്ള അമർഷം പല രീതിയിൽ അത് രഹസ്യമായും പരസ്യമായും പ്രകടമാകുന്നുണ്ട്. അതിനിടയിലാണ് അജയ് തറയിൽ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം ചർച്ചകളിൽ നിറയ്ക്കുന്നത്. എന്തായാലും അജയ് തറയിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട് എന്ന് പരസ്യമായി നമ്മളോടിപ്പോൾ പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ശബരിനാഥൻ അതിന് നൽകിയ മറുപടിയെ അനുകൂലിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ടാണ് ഇതൊരു ജൂനിയർ സീനിയർ തർക്കമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. യെസ്, അതാണ് ഒരു ജൂനിയർ സീനിയർ തർക്കം എന്ന നിലയിലേക്ക് കോൺഗ്രസ് കളർ വേഴ്സസ് ഖദർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ
നേതാക്കളും മുതിർന്ന നേതാക്കളിലും ചിലരെങ്കിലും ഇത്തരത്തിൽ കളർ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം 60-ന് മുകളിൽ പ്രായമുള്ള ഒരാളായിരുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് ചെറുപ്പമാണ് ഈ 60 വയസ്സ് എന്നതും ഓർമ്മിപ്പിക്കട്ടെ. വളരെ അധികം നന്ദി. നേരത്തെ ശബരിനാഥനും ഈ വാർത്തയോട് പ്രതികരിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ